നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സിനിമയുടെ പേരാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഇതല്ലാതെ ഖലീഫ, അതേപോലെ ഇൻസിഡിയസ് ഔട്ട് ഓഫ് എർത്ത്, തമിഴിൽ നിന്ന് രാമലീല, അതേപോലെ മധുരാത്രി എന്ന് പറഞ്ഞ 2 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിനും നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട്. തെലുങ്കിൽ നിന്ന് ഇരുമുടി എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട്. അതിന് നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട്. എല്ലാം കാണാൻ പറ്റിയിട്ടില്ല, എല്ലാം നമുക്ക് പതിയെ കണ്ടുവരാം. ഇപ്പം ഞാൻ 2 സിനിമയാണ് കണ്ടത്. അതിൽ ആദ്യത്തെ സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. കിടിലം പടം, നല്ലൊരു എൻ്റർടൈനർ, ഈ ഓണത്തിനൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു രസമുള്ളൊരു പടം. ഗിരീഷ് ഷെട്ടി ഡയറക്ട് ചെയ്ത നിവിൻ പോളി, മമിത ബൈജു, സുരേഷ് കൃഷ്ണ, വിനയ് ഫോർട്ട്, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, അങ്ങനെ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു താരനിരയുള്ളൊരു സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. പാട്ടുകളാണെങ്കിലും അതിൻ്റെ ഫ്രെയിംസ് ആണെങ്കിലും ക്യാമറ വർക്ക്സ് ആണെങ്കിലും കഥ പറഞ്ഞിരിക്കുന്ന രീതിയാണെങ്കിലും പെർഫോമൻസസ് ആണെങ്കിലും. ഇപ്പം മമിത ബൈജു ഭയങ്കര ഹാപ്പി ആയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്തിരുന്ന ഒരു തമിഴ്നാട് സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഈ മമിത ബൈജു എല്ലാ സിനിമയിലും കിടിലായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പം അതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. മമിത ബൈജുവിൻ്റെ സ്ക്രീനിൽ കാണിച്ചപ്പോൾ ക്ലാപ്സ് വന്നു, അത് ഭയങ്കര രസമായിട്ട് തോന്നി. നിവിൻ പോളി അറ്റ് ഈസ് ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിവിൻ പോളിയുടെ കൂടെ തന്നെ സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, സുരേഷ് കൃഷ്ണ, ഇവരുടെ ഒരു സാധനങ്ങൾ നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടാണ്. നല്ല രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനാരിയോസ് ആണ് സിനിമയിലുള്ളത്. മൊത്തത്തിൽ സിനിമ നല്ല കിടിലം പടമാണ്. നിങ്ങളെ ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. എന്താ പറയുക, ഇപ്പം നിവിൻ പോളി ആണെങ്കിലും മമിത ബൈജു ആണെങ്കിലും സുരേഷ് കൃഷ്ണ ആണെങ്കിലും ഇവരെല്ലാവരും കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഞാൻ രണ്ടാമത് ഒന്നുകൂടെ കാണാൻ പോകുന്നു. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ